നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബാങ്കിലിട്ടതിനു ശേഷം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ പണം തിരികെ ചോദിക്കുമ്പോൾ അടി വേണോ എന്ന് തിരിച്ചു ചോദിക്കുന്ന നാടിന് ലോകം നൽകിയ പേരാണ് നമ്പർ 1 കേരളം. കേരള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വികസനം 405 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. അപ്പോ എങ്ങനെ അമ്മായിയച്ഛനും മരുമനും ഫ്ലെക്സ് അടിക്കാനുള്ള സമയമായി അല്ലേ? ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മാറ്റാൻ ഇവിടെ ഏമാന്മാർക്ക് വളരെ വലിയ ശുഷ്കാന്തിയാണ്. എന്നാൽ ഈ ശുഷ്കാന്തി നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന കറി പൗഡറുകളിലെ മായവും കളറുകളും പിടിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇവിടെ രക്ഷപ്പെട്ടേനെ. എന്താ ശരിയല്ലേ? പണ്ട് നോട്ട് മാറുന്നതിനിടെ കുഴഞ്ഞു വീണ് ചിലർ മരിച്ചപ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കാൻ ഇവിടെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു. എന്നാൽ സ്വന്തം പണം സഹകരണ ബാങ്കുകളിൽ ഇട്ടിട്ട് അത് ചോദിക്കുമ്പോൾ തിരിച്ചു കിട്ടാതെ അതിന്റെ വിഷമത്തിൽ മരിച്ച ഒട്ടനേകം പേരെ കുറിച്ച് ഇവിടെ ആർക്കും അറിവില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്തവരെ ഇവിടെ ആരും കണ്ടിട്ടുമില്ല, അവരെ കുറിച്ച് കേട്ടിട്ടുമില്ല. ഇവിടെ കേരളത്തിലുള്ള സുഡാപ്പികളും സഖാപ്പികളും പറയുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ മോദിയെ ആർക്കും ഇഷ്ടമല്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ മോദിയോട് വന്ന് അവരുടെ രാജ്യം സന്ദർശിക്കാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ രാജ്യത്തെ പരമോന്നത ബഹുമതികളെല്ലാം അവർ നൽകുന്നത് നരേന്ദ്രമോദിക്ക്. അതെന്താ അങ്ങനെ? അപ്പോൾ ഈ സഖാപ്പികളും സുഡാപ്പികളും പറയുന്നതെല്ലാം കള്ളമാകാനാണ് സാധ്യത അല്ലേ? എന്താ ശരിയല്ലേ? നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്പർ 1 കേരളത്തിൽ എല്ലാവരും ഗാസയും സിറിയയും മണിപ്പൂരുമൊക്കെ കാണും. എന്നാൽ അവർക്ക് ബംഗ്ലാദേശും മുനമ്പവും ഒന്നും കാണാൻ സാധിക്കില്ല. അവിടെ എത്തുമ്പോൾ അവർക്കൊക്കെ തിമിരമാണ്. ആ തിമിരത്തിന് നമ്മുടെ രാജ്യത്ത് വിളിക്കുന്ന പേരാണ് മതേതരത്വം. KSRTC നിങ്ങൾ ശ്രദ്ധിച്ചാണ്, കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിൽ ഒരു ബസ് മറിഞ്ഞ് 2 പേര് മരിച്ചു. കേരളത്തിലെ ഗതാഗത മന്ത്രി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാന്ന്. മാത്രമല്ല ഇൻഷുറൻസ് എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. സത്യത്തിൽ രാജിവെക്കണ്ടേ? മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല. പബ്ലിക് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണെങ്കിലും സ്വകാര്യ വെഹിക്കിൾ ആണെങ്കിലും നമ്മുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഒരു KSRTC ബസ്സിൽ കയറുന്ന ഒരാൾ പറയുകയാണ് എന്നെ ഇൻഷുറൻസ് കാണിക്കണമെന്ന് പറഞ്ഞാൽ കാണിക്കണം. കാരണം അവന്റെ ജീവൻ അപകടത്തിലായാൽ ആര് പൈസ കൊടുക്കും? ഇതിന്റെ ബുദ്ധിമുട്ടതാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്ത് ഇപ്പൊ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് താഴെ വീണാൽ 8 കോടി രൂപ കിട്ടും, ഇൻഷുറൻസ് ഉണ്ട്. ഒരു KSRTC ബസ് വെള്ളത്തിൽ പോയി മരിച്ചാൽ അതിൽ ആ മരണപ്പെടുന്ന വ്യക്തിക്ക് പൈസ കിട്ടില്ല. KSRTC പൈസ കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനി കൊടുത്തില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടത് ആരാണ്? KSRTC കൊടുക്കണം. KSRTC പൈസ ഉണ്ടോ? അപ്പം നമ്മളെ ജീവൻ നമ്മൾ കൊണ്ടുവന്നൊരു ബോംബിന്റെ പുറത്ത് യാത്ര ചെയ്യാണ്. കേരളത്തിലെ ഗതാഗത പറയാണ് ഹൈക്കോടതി പറഞ്ഞു ഇൻഷുറൻസ് വേണ്ട, ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. സത്യത്തിൽ ഈ നാട്ടിൽ നമ്മളൊക്കെ കാറിൽ പോകുമ്പോൾ നമ്മളെ തടഞ്ഞു നിർത്തി ഇൻഷുറൻസും പുകയും മറ്റേതും മറിച്ച് ടെസ്റ്റ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ എന്ത് ചെയ്യണം? ഇവർക്ക് എന്താണ് പണി? ഈ സംവിധാനം തടഞ്ഞു നിർത്തി ഒരാളെ ടെസ്റ്റ് ചെയ്യുന്ന ഇവർക്ക് ഗട്സ് ഉണ്ടോ? അപ്പൊ ഇത് കേരളമാണ്. UP-യിലോ ഗുജറാത്തിലോ ആയിരുന്നു ഇങ്ങനെ നടന്നിരുന്നതെങ്കിൽ ഇവിടെ എന്തൊക്കെ പുകില് നമ്മൾ കാണേണ്ടി വന്നേനെ. കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. കഴിഞ്ഞ ദിവസം കോളേജ് അധികൃതരുടെ മാനസിക പീഡനം മൂലം ഒരു വിദ്യാർത്ഥി ആത്മഹത്യാശ്രമം നടത്തി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ABVP ജില്ലാ സെക്രട്ടറി ശിവദാസിന്റെ നേതൃത്വത്തിൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ ഉപരോധിക്കുന്ന സമയത്ത് പിണറായി പോലീസ് നടത്തിയ കാടത്തമാണ് ഈ കാണുന്നത്. പ്രതികൾ ഞമ്മന്റെ ആളുകളായതുകൊണ്ട് യാതൊരുവിധ നടപടികളും ഉണ്ടാകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിനെതിരെ ഒരു സാംസ്കാരിക നായകളും ഒരു മാധ്യമ വേശ്യകളും കുരക്കില്ല. കാരണം ഇത് അൽ കേരളമാണ്. ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് ഹൈക്കോടതിക്ക് കടുത്ത അതൃപ്തി. ശരിയായ രീതിയിലല്ല കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വിമർശനം. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കൂ. സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ അതൃപ്തിയുമായി ഹൈക്കോടതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഓഡിറ്റിംഗ് പോലും കൃത്യമല്ല. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണം. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മലയാളത്തിലെ 3 പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണിത്. ഇപ്പോഴും കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടക്കരച്ചിലാണ് അന്തം കമ്മികളും ജിഹാദി തീവ്രവാദി കൂട്ടങ്ങളും. കോടതിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ അന്തം കമ്മികൾക്കും സുഡാപ്പി തീവ്രവാദികൾക്കും മാത്രം നേരം വെളുത്തിട്ടില്ല.
കേരളത്തിൽ വൈദ്യുതി ചാർജ് 100 യൂണിറ്റിന് 16 രൂപ കൂട്ടി. അതായത് യൂണിറ്റിന് 16 പൈസ വെച്ച് കൂട്ടി. അതേസമയം അങ്ങ് ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 8 രൂപ കുറച്ചു. എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB എന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണോ അതോ കുറുവ സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണോ? ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ബോർഡ്, അതുപോലെ തന്നെ തിന്നു മുടിക്കാൻ വേണ്ടി കുറേ ഉദ്യോഗസ്ഥരും. അതല്ലേ യഥാർത്ഥത്തിൽ KSEB? സിറിയയിൽ പോകരുത്, കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പ്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ. സംഭവം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സിറിയയെ ഏതോ രാജ്യങ്ങൾ ആക്രമിക്കുകയാണെന്ന്. സംഭവം അവിടെയുള്ളവന്മാർ തന്നെ തമ്മിൽ തല്ലി ചാകുന്നതാണ്. കാര്യം അവിടെ സമാധാന മതക്കാർ മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? സമാധാനം കൂടിപ്പോയാലും പ്രശ്നമാണ്. കേരളത്തിൽ ഓരോ അപകടം ഉണ്ടാകുമ്പോഴും ഇനി മുതൽ ആ അപകടം എങ്ങനെ ഒഴിവാക്കാം എന്നല്ല കേരള സർക്കാരും കേരള MPDയും ചിന്തിക്കുന്നത്. ആ അപകടത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ എങ്ങനെ പിഴിയാം, ജനങ്ങളിൽ നിന്നും പൈസ അടിച്ചുമാറ്റാൻ പുതിയ വഴികൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് കേരള MPDയും കേരള സർക്കാരും ചിന്തിക്കുന്നത്. എന്താ ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.